ചീഞ്ഞ കേസ് ബിഗ് ബോസ് സംസാരിക്കില്ല. കണ്ടോ, അതാണ് സംഭവിച്ചത്. ഇത് ഷാനവാസ് പറഞ്ഞ ഒരു കാര്യമാണ് നൂറയോട്. ശരിക്കും ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഷാനവാസും നൂറയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നൂറയും അവിടെ ഷാനവാസിനോട് പറയുന്നുണ്ട്, കണ്ടോ അതെന്ത് പോസിറ്റീവായിട്ടാണ്, എത്ര നല്ല രീതിയിലാണ് അതിനെ കഴിഞ്ഞത്. ഞാൻ കരുതി നമ്മളെ 3 പേരെയും, അതായത് ആദില, നൂറ, ഷാനവാസ്, നമ്മളെ 3 പേരെയും നന്നായിട്ട് പൊരിക്കും, നല്ല ചീത്ത വിളിക്കും, പ്രശ്നം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതിയത് എന്നിങ്ങനെ നൂറ പറയുകയാണ്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഇത്രയ്ക്ക് ചീത്ത കാര്യം അല്ലെങ്കിൽ ചീഞ്ഞ കാര്യം, ഇങ്ങനെയുള്ള ചീഞ്ഞ വിഷയങ്ങളൊന്നും ഇവിടെ ബിഗ് ബോസ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അർഹിക്കുന്നില്ല, നമ്മളൊന്നും അതൊന്നും കേൾക്കാൻ അർഹിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഷാനവാസിന് തന്നെ അറിയാം കേട്ടോ, അപ്പോൾ അത് ചീഞ്ഞ വിഷയമാണെന്ന്. ശരിക്കും ഷാനവാസിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ബാഡ് ടച്ച് അതവിടെ ആദിലയും നൂറയും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഷാനവാസും ശരിക്കും അതാണ് അവിടെ കൺവേ ചെയ്യാൻ ശ്രമിച്ചത്. അതിപ്പോ ഒരാളുടെ പേഴ്സണൽ കാര്യമാണ്. ഇപ്പോൾ സെക്ഷൽ അലിഗേഷൻ എന്ന് പോലും കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഗേളിനെ തൊട്ടാലും അതൊക്കെ നമ്മൾക്ക് സൊസൈറ്റിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ക്ലാസ് മുറിയിലൊക്കെ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഒരു വ്യക്തിയെ കയറി പെട്ടെന്ന് ഹഗ് ചെയ്ത് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാൽ അത് ഫ്രണ്ട് അല്ലല്ലോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇത്രയും ദിവസമൊക്കെ നിന്നതിന് ശേഷം ഇത്തരത്തിലൊരു അലിഗേഷൻ വരുന്ന സമയത്ത് അതിനെ ഒന്നും കൺസിഡർ ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ എന്തൊക്കെയാണ് ശരി, ബിഗ് ബോസ് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനൊരു നിലപാടെടുത്തു എന്നുള്ളത് ഒരു വലിയ ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു ശരി എടുക്കുന്ന ബിഗ് ബോസ്, അങ്ങനെ സ്വീകരിക്കാൻ ബിഗ് ബോസിന് എങ്ങനെ കഴിഞ്ഞു? കാരണം ഇതൊരു റേറ്റിംഗിൽ കൊണ്ടുപോകാമായിരുന്ന ഒരു ടോപ്പിക്കായിരുന്നു. ഈ നെവിന്റെയും ഷാനവാസിന്റെയും വിഷയത്തിൽ ലാലേട്ടൻ എന്ത് സംസാരിക്കുന്നു എന്ന് തന്നെ നോക്കി കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അത് ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു, കമ്മ്യൂണിറ്റിക്കെതിരെ പറഞ്ഞു, അല്ലെങ്കിൽ ബിഗ് ബോസ് കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിച്ചു എന്ന് കൊണ്ടുപോയി ഒരുപാട് ചർച്ച ഉണ്ടാക്കാമായിരുന്ന ഒരു വിഷയത്തെ ബിഗ് ബോസും ലാലേട്ടനും ആ ഒരു കംപ്ലീറ്റ് ക്രൂ ഇതിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ റേറ്റിംഗ് വേണ്ടേ? ബിഗ് ബോസിന് ആ ഒരു റേറ്റിംഗ് വേണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശരിക്കും എനിക്ക് തോന്നിയ ഒരു പേഴ്സണൽ കാര്യം അല്ലെങ്കിൽ ഒരു ജനറൽ കാര്യം ഞാൻ പറയാം. ഓൾറെഡി ഈ ഒരു സീസൺ തുടങ്ങിയ സമയം തൊട്ടേ അടുക്കളയിൽ കയറുന്നതും അടുക്കളയിൽ നിന്ന് ഓരോന്ന് മോഷ്ടിക്കുന്നതുമായിരുന്നു മെയിൻ പ്രശ്നം. അപ്പോൾ വൈൽഡ് കാർഡായിട്ട് ലക്ഷ്മിയൊക്കെ കയറി വന്നപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഇമാതിരി ചീപ്പായിട്ടുള്ള കുറച്ച് അല്ലറ ചില്ലറ വിഷയങ്ങളൊന്നും അല്ലാതെ കുറച്ച് വലിയ വലിയ വിഷയങ്ങളൊക്കെ ഞാൻ ഇവിടെ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ഉണ്ടാക്കാൻ ശ്രമിച്ച വിഷയങ്ങൾ പെണ്ണുപിടിയും അതുപോലെ തന്നെ ഈ പറയുന്ന കമ്മ്യൂണിറ്റിയെ ഞോണ്ടിയുള്ള കളികളും ഒക്കെ ആയിരുന്നു. അത് ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ 2 എപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി അതും ഇവിടെ ഏൽക്കില്ല, ഈ ചീട്ടൊക്കെ ഇവിടെ കീറുകയാണെന്ന് കഴിഞ്ഞ അല്ലെങ്കിൽ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഈ സീസൺ കംപ്ലീറ്റ്ലി ഇത്തരത്തിലുള്ള ഒരു മോശം തരത്തിൽ അലിഗേഷൻസും അല്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും എന്ന് കണ്ടിട്ടായിരിക്കാം മേ ബി ഈ ഒരു കാര്യം ഇവിടെ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ ഇനി എന്ത് വിഷയമായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു വലിയൊരു ക്യൂരിയോസിറ്റി ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എനിവേ, എന്തായാലും ഷാനവാസിന്റെയും നെവിന്റെയും വിഷയത്തിൽ ആര് ശരി ആര് തെറ്റ് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ചർച്ച ഇനി വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഷാനവാസ് എക്സ്പീരിയൻസ് ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം, എന്നാൽ നെവിൻ അങ്ങനെയല്ല കണ്ടത്. ഒരു ജ്യേഷ്ഠനായിട്ട് ഷാനവാസിനെ നെവിന് അത്രയ്ക്കും ഇഷ്ടമൊക്കെയാണ്, അത് നമുക്കും അറിയാം. അപ്പോൾ ആ ഒരു ടോക്കിൽ ആരെയും മോശക്കാരനോ ആരെയും നല്ലവനോ ആക്കാൻ ബിഗ് ബോസും ശ്രമിക്കുന്നില്ല. അപ്പോൾ നമുക്കും ആ വിഷയം നമുക്ക് അങ്ങനെ തുറന്നങ്ങ് വിട്ടേക്കാം. അത് അവർ തന്നെ സംസാരിക്കട്ടെ, ഫ്യൂച്ചറിലാണെങ്കിലും അല്ലെങ്കിൽ തന്നെ ബിഗ് ബോസിൽ അത് അവർ തമ്മിൽ സോറി പറഞ്ഞ് ക്ലോസ് ചെയ്തൊരു കാര്യമാണ്. ഇനി ഇന്ന് തൊട്ട് ഇവരുടെ ഇടയിൽ നടക്കുന്ന സംസാരങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഷാനവാസും നെവിനും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ഉണ്ടാകും, ഇനി അവരെങ്ങനെയാണ് സംസാരിക്കുക എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.